നമസ്കാരം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇറാന്റെ കരുത്തുറ്റ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ ഐറിസ് ഡേന അപകടത്തിൽപ്പെട്ട് മുങ്ങിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഗാലി തീരത്തു നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ വൻ ദുരന്തം സംഭവിച്ചത്. കഴിഞ്ഞ മാസം ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു ഈ യുദ്ധക്കപ്പൽ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതൊരു അപകടമാണോ അതോ ഇതിന് പിന്നിൽ വൻ ശക്തികളുടെ അട്ടിമറിയുണ്ടോ? നമുക്ക് പരിശോധിക്കാം. മാർച്ച് 4 ബുധനാഴ്ച പുലർച്ചെയാണ് കപ്പലിൽ നിന്ന് അപായ സന്ദേശം പുറപ്പെട്ടത്. ശ്രീലങ്കൻ നാവികസേനയും വ്യോമസേനയും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനായി കുതിച്ചെത്തി. റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെ 30 ഇറാനിയൻ നാവികരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി ഗാലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം മറ്റൊന്നാണ്. ഐറിസ് ഡേനയിൽ ഏകദേശം 180ഓളം നാവികർ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. കപ്പലിന്റെ മുൻഭാഗം വലിയ രീതിയിൽ തകരുകയും മിനിറ്റുകൾക്കുള്ളിൽ കടലിനടിയിലേക്ക് താഴുകയും ചെയ്തു എന്നാണ് രക്ഷപ്പെട്ട നാവികർ നൽകുന്ന പ്രാഥമിക വിവരം. എന്തുകൊണ്ടാണ് ഈ സംഭവം ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഐറിസ് ഡേന ഇറാന്റെ അഭിമാനമായ ഒരു കപ്പലായിരുന്നു. മോജ് ക്ലാസ് ഫ്രിഗേറ്റായ ഇത് ഇറാൻ സ്വന്തമായി നിർമ്മിച്ചതാണ്. കപ്പലുകളെയും യുദ്ധവിമാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളും അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഇതിലുണ്ടായിരുന്നു. 2021 ഇത് കമ്മീഷൻ ചെയ്തത്. കഴിഞ്ഞ വർഷം ലോകം ചുറ്റിയുള്ള യാത്ര പൂർത്തിയാക്കി ഇറാന്റെ നാവിക കരുത്ത് ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുത്തതും ഇതേ കപ്പലായിരുന്നു. ഈ കപ്പൽ ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. കഴിഞ്ഞ മാസം വിശാഖപട്ടണത്ത് നടന്ന മിലൻ 2026 നാവികാഭ്യാസത്തിലും ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂവിലും ഐറിസ് ഡേന പങ്കെടുത്തിരുന്നു. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സന്ദർശനം. ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ഇറാനിലേക്കുള്ള യാത്രാമധ്യേയാണ് ഈ അപ്രതീക്ഷിത ദുരന്തം. ഇവിടെയാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉയരുന്നത്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ്. ചെങ്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇറാനിയൻ കപ്പലുകൾ ലക്ഷ്യം വെക്കപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അത്യാധുനികമായ ഒരു യുദ്ധക്കപ്പൽ പെട്ടെന്ന് മുങ്ങിപ്പോയത് സാങ്കേതിക തകരാർ കൊണ്ടാണെന്ന് വിശ്വസിക്കാൻ പലർക്കും പ്രയാസമാണ്. ഇതൊരു അണ്ടർ വാട്ടർ അറ്റാക്കാണോ അതോ സൈബർ അറ്റാക്ക് വഴി കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമ്മർദ്ദം ഭയന്ന് പല വിവരങ്ങളും ശ്രീലങ്ക പുറത്തുവിടുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ്. ഏതായാലും ഈ അപകടം ഇറാൻ നാവികസേനയ്ക്ക് നികത്താനാവാത്ത വലിയൊരു നഷ്ടമാണ്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതൊരു സാങ്കേതിക തകരാറാണോ അതോ ഇതിന് പിന്നിൽ അദൃശ്യമായ ഏതെങ്കിലും ശക്തികളുടെ കൈകളുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.